മണിക്കൂർ മുമ്പ് ഇസ്രയേലിൽ വലിയ രൂപത്തിലുള്ള സെക്യൂരിറ്റി പ്രോബ്ലം സംഭവിച്ചിരിക്കുകയാണ്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ഡിമോണിൽ പതിച്ചു എന്ന വാർത്ത വരുന്നു. ഇത് ഇറാനോ അല്ലെങ്കിൽ ഇസ്രയേലോ സ്ഥിരീകരിച്ചതല്ല. പക്ഷെ അവിടെ ആക്രമണത്തിന്റെ ഫോട്ടോകൾ, വീഡിയോകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മിനിറ്റുകൾക്ക് മുമ്പ് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, മിസൈൽ ചീറിപ്പായുന്ന സമയത്ത് തന്നെ ഇറാനിൽ നിന്നും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഈ ഒരു പിക്ചർ വെച്ചുകൊണ്ട് ഡിമോണയെ ലക്ഷ്യമാക്കി നീങ്ങുന്നു എന്ന എക്സ് അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രഹരമേറ്റ ദിനമാണ്. ഒന്നാമത്തെ കാര്യം, ഹെർസിലിയയിലുള്ള ഇസ്രയേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൊസാദിന്റെ കേന്ദ്രമാണ് ഇന്ന് ഇറാൻ തകർത്തിരിക്കുന്നത്. ഇന്ന് ആ ഭാഗത്ത് നിന്ന് പിക്ചർ എടുത്ത, ഫോട്ടോ എടുത്ത, വീഡിയോ എടുത്ത ആളുകളെ വരെ ഇന്ന് ഇസ്രയേൽ അറസ്റ്റ് ചെയ്യുന്നു എന്ന വാർത്ത വന്നിട്ടുണ്ട്. ലോകത്ത് പ്രത്യേകിച്ച് അറബ് രാഷ്ട്രങ്ങളിലും അതുപോലെ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ശത്രു രാഷ്ട്രങ്ങളിലെല്ലാം മൊസാദ്, ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗം നടത്തിയ ഒരുപാട് പ്രവർത്തനങ്ങളിൽ അതിൽ എല്ലാ ടെക്നോളജികളും അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഇറാന്റെ മിസൈൽ കാണാൻ ഈ ടെക്നോളജികൾക്ക് സാധിച്ചില്ല. മാത്രമല്ല, ഹെർസിലിയയിൽ നിന്നും ഇന്ന് വന്ന ഒരു വീഡിയോ വളരെ അത്ഭുതപ്പെടുത്തുന്നതാണ്. കാരണം ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനം, ഇസ്രയേലിൽ പ്രതിരോധ സംവിധാനമുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക ഈ ഭാഗത്താണ്. അതായത് ഹെർസിലിയയിലുള്ള ഇസ്രയേലിന്റെ മൊസാദിന്റെ കേന്ദ്രത്തിലായിരിക്കും. ഈ മൊസാദാണല്ലോ യഥാർത്ഥത്തിൽ ഈ യുദ്ധമൊക്കെ എങ്ങനെ കൊണ്ടുപോകണമെന്ന് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മൊസാദിന്റെ കേന്ദ്രത്തിൽ നിന്നും ഇറാന്റെ മിസൈൽ വരുമ്പോൾ ധാരാളം പ്രതിരോധ മിസൈലുകൾ ഉയർന്നത് കാണാൻ സാധിച്ചിട്ടുണ്ട്. 2 മിസൈലുകളാണ് ഈ ഭാഗത്ത് പതിച്ചത്. രണ്ടും തകർക്കാൻ ഈ പ്രതിരോധ സംവിധാനങ്ങൾക്കായില്ല എന്നത് ലോകത്ത് ഇസ്രയേലിനുണ്ടായിരുന്ന ഒരു പ്രതിച്ഛായയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇസ്രയേലിന് മാത്രമല്ല, അമേരിക്കയുടെ. കാരണം അമേരിക്കയുടെ ഏറ്റവും അപ്ഡേറ്റഡ് സിസ്റ്റം കൂടെയാണ് താഡ്. ഇതും ഇന്ന് ഇസ്രയേലിലുണ്ട്. പക്ഷെ ഇതിനൊന്നും തടുക്കാൻ സാധിച്ചില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, ഇറാൻ ഇന്ന് ഒരു പുതിയ കാര്യം കൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇതുവരെ ഉപയോഗിക്കാത്ത ഒരു മിസൈൽ ഇന്ന് ആദ്യമായി ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ്. ഈ മിസൈൽ എങ്ങനെ വരുന്നു, എവിടെ വരുന്നു എന്നൊന്നും കാണാൻ ഇസ്രയേലിന് സാധിച്ചിട്ടില്ല. അതാണ് ഈ മിസൈലിന്റെ പ്രത്യേകത എന്ന് ഇറാനിന്റെ സൈനിക വൃത്തങ്ങൾ സൂചിപ്പിക്കുകയാണ്. എന്തായാലും ഇറാന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഇസ്രയേലിന് സ്വന്തമായി കഴിയുമോ എന്ന ചോദ്യം ഇപ്പോൾ ഉയർന്നു വരികയാണ്. അമേരിക്കയുടെ സഹായം തേടിയിരിക്കുകയാണ്. മാത്രമല്ല, ഇന്ന് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് ഇറാൻ ട്രംപിനെ വധിക്കാനുള്ള ശ്രമം നടത്തിയെന്നാണ്. എങ്ങനെയെങ്കിലും അമേരിക്ക ഈ യുദ്ധത്തിലേക്ക് കടന്നു വരണമെന്നാണ് ഇപ്പോൾ ഇസ്രയേൽ ആഗ്രഹിക്കുന്നത്. ഇന്ന് ജർമ്മനിയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട നേതാവ് പറഞ്ഞിരിക്കുന്നത് ഇസ്രയേലിന് സ്വന്തമായി ഇറാന്റെ ആണവ നിലയങ്ങൾ തകർക്കാൻ കഴിയില്ല എന്നാണ്. അതുകൊണ്ട് വേണ്ടി വന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങേണ്ടി വരുമെന്ന് ജർമ്മനി പറയുകയാണ്. എന്തായിരുന്നാലും 2 കാര്യം ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. സ്വയം ജനങ്ങളെ സുരക്ഷിതമായി നിർത്താൻ ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് സാധ്യമല്ല. പൂർണ്ണമായും അത് പരാജയമാണ് എന്ന് ഇറാൻ ഇവിടെ തെളിയിച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ഒരു വലിയ ശത്രുവിനെ നേരിടാൻ ഇസ്രയേലിന് കഴിയില്ല. അതിന് അമേരിക്കയുടെയും യൂറോപ്പിന്റെയും സഹായം അനിവാര്യമാണ് എന്ന കാര്യം, അതായത് ആക്രമിക്കാനോ അല്ലെങ്കിൽ പ്രതിരോധിക്കാനോ ഈ 2 കാര്യങ്ങൾക്കും പര്യാപ്തമല്ല എന്ന് ഇറാൻ ഇപ്പോൾ പകൽ വെളിച്ചം പോലെ തെളിയിച്ചിരിക്കുകയാണ്.